السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العلي العظيم. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമായ ദിനങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പവിത്രവും മഹത്വവുമേറിയ ദിനരാത്രങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ആസ്വദിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയ ഘട്ടത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. നിങ്ങൾക്ക് എന്ന് മാത്രമല്ല, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെ പൂർവീകരായ ആളുകളിലേക്കും നിങ്ങളെ മുന്നേ ജീവിച്ച് മരിച്ചുപോയവരിലേക്കും, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ മുന്നേ അതിനെ അനുസരിച്ച് ജീവിക്കുന്നതിന് മുന്നേ വന്ന വേദഗ്രന്ഥങ്ങൾ ഉള്ള ആളുകളിലേക്കൊക്കെ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള സർവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും നോമ്പ് നോൽക്കണമെന്ന് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് പറഞ്ഞു? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ വിശുദ്ധിയുള്ളവരാകണം, ശുദ്ധിയുള്ളവരാകണം. മാനസികമായും ശാരീരികമായും ശുദ്ധിയുള്ളവരായി തെറ്റുകളിൽ നിന്ന് മുക്തരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ശാസ്ത്രീയമായി നോമ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ഭക്ഷണങ്ങളും വെള്ളങ്ങളും കഴിച്ച് നമ്മുടെ ആന്തരികാവയവങ്ങളൊക്കെ സദാസമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ മെഷീനാണ്. ആ മെഷീനിക്കൊരു റെസ്റ്റും കൂടിയാണ് വിശുദ്ധമായ റമദാനിൻ്റെ പകലിൽ എന്ന് ശാസ്ത്രീയമായി നമുക്ക് അതിനെ കണ്ടെത്താൻ കഴിയും. പക്ഷേ വിശുദ്ധ ഇസ്ലാം അതിനെ പഠിപ്പിച്ചത് ഒരു മാസക്കാലം അനുവദിക്കപ്പെട്ട അന്നപാനീയങ്ങൾ തന്നെ വർജിച്ച് ത്യജിച്ച് നിശ്ചിത സമയം വിശ്വാസത്തോടെ ഇരിക്കുക. ഇതിനേക്കാണ് എന്ത് പറയുക? നോമ്പ് എന്ന് പറയുക. അസ്സൗമ് എന്നാണ് അറബിയിൽ നോമ്പിന് പറയുക. അതിൻ്റെ യഥാർത്ഥ ഭാഷാപരമായ അർത്ഥം അൽ ഇംസാക്കു, പിടിച്ചു നിൽക്കുക, ചെയ്യാൻ പറ്റുന്നത് തന്നെ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛയിൽ നിന്ന് മാറ്റി അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി നമ്മൾ ശരീരത്തെ പരിശീലിപ്പിക്കുക. ഇതാണ് നോമ്പ്. അതുവഴി നമുക്ക് വിശുദ്ധി ഉണ്ടാകും. പല മതങ്ങളിലും നോമ്പുണ്ട്. മിക്ക മതങ്ങളിലും അവരുടെ രൂപത്തിലും അവരുടെ വിശ്വാസത്തിലും നോമ്പുണ്ട്. അതുപോലത്തെ ഒരു വ്യത്യസ്തമായ നോമ്പാണ് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല നിർബന്ധമാക്കിയത്. നമ്മൾ അമിതമായ ഭക്ഷണം കഴിക്കും, അമിതമായി വെള്ളം കുടിക്കും, ശാസ്ത്രീയമായിട്ട് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാകും, ഷുഗറൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റി നമ്മളെ ശരീരം പരമാവധി ആരോഗ്യവാനായി, അല്ലെങ്കിൽ പരമാവധി രക്തസമ്മർദ്ദം നമുക്ക് ഉണ്ടാകുമ്പോൾ, രക്തോട്ടം ഉണ്ടാകുമ്പോൾ നമ്മളെ പൈശാചികമായ ചിന്തകളും ശരീരത്തിൻ്റെ ഇച്ഛകളും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ അല്ലാഹു തആല അത് പറഞ്ഞോ, വേണ്ട, നിങ്ങളുടെ ശരീരം നിങ്ങൾ നിശ്ചിത സമയത്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്തോളണം. ഇന്നത് തിന്നാൻ പാടില്ല, ഇന്നത് കുടിക്കാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളെ ശരീരം പാകപ്പെടുത്തണം അല്ലാഹു തആല അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി. അപ്പോഴാണ് അള്ളാഹു ഉദ്ദേശിച്ച നോമ്പിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ശരീരവും പിശാചുമാണ് നരകത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിൽ കൂടുതലും. ഹദീസിൽ കാണാം, ഹഫത്തിൻ നീറാനു ബിശ്ശഹവാത്ത്, നരകത്തിനു ചുറ്റും ദേഹേച്ഛകൾ, ഇഷ്ടങ്ങൾ വലയം ചെയ്തിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പ്രവർത്തിച്ചാൽ അപ്പം നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ചവരാകും. അതാണല്ലോ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദയിൽ പറഞ്ഞു, വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ വഇൻഹുമാ മഹളാ കന്നുസ്ഹ ഫതഹിമി.
നീ നിൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛക്ക് ഇഷ്ടത്തിന് എതിര് കാണിക്കണം, പിശാചിനും എതിര് കാണിക്കണം. ഒരുപക്ഷെ അവർ നിന്നോട് വന്നിട്ട് ശരീരം പറയും, നീ അത് ഭക്ഷിച്ചോ, എൻ്റെ ശരീരത്തിന് അത്ര പുഷ്ടി ഉണ്ടാകും, അല്ലെങ്കിൽ നീ ക്ഷീണിച്ചു പോകും, നോമ്പ് ഉപേക്ഷിച്ചോ എന്ന് ശരീരം പറയും. അത് നിനക്ക് നിൻ്റെ ശരീരത്തിന് ഉപദേശകനായി വന്നാലും നീ തെറ്റിദ്ധരിച്ചോ, അവൻ ആപത്താണ്, ശരീരം ആപത്താണ്, അപകടമാണ്, പിശാചും അപകടമാണെന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിശുദ്ധമായ ബുർദ കവിതയിൽ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ശരീരത്തിനേക്കുള്ള ഒരു കവചമാണ്, തെറ്റിൽ നിന്നുള്ള കവചമാണ് നോമ്പ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, ഓ യുവാക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഫൽയതസവ്വജ് യാ മഅ്ശറ ശബാബി മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. ഒരു പുരുഷന്, ഒരു യുവാവിന് ഒരു സ്ത്രീയെ സംരക്ഷിക്കാനുള്ള കഴിവും സാമ്പത്തികമായും ശാരീരികമായും കഴിവുണ്ടെങ്കിൽ ഫൽയതസവ്വജ്, അവൻ എന്ത് ചെയ്യട്ടെ, വിവാഹം ചെയ്യട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി വിവാഹം ചെയ്യാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു, ഈ വിവാഹം അഗദ്ദു ലിൽ ബസരി, അവൻ്റെ കണ്ണിനെ ഏറ്റവും സംരക്ഷിക്കുന്നതാണ്. വ അഹ്സനു ലിൽ ഫർജി, അവൻ്റെ ചാരിത്രത്തെ ഏറ്റവും കാക്കുന്നതും സൂക്ഷിക്കുന്നതുമാണ്. അതുകൊണ്ട് പുരുഷന്മാരായ യുവാക്കളെ, നിങ്ങൾ വിവാഹത്തിന് മൂല്യമുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണം. എന്നിട്ട് നബി തങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ് ഹദീസിൽ പറയുന്നു, ഫഇല്ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം, വിവാഹം കഴിക്കാൻ സാമ്പത്തികമായോ ശാരീരികമായോ അതിനുള്ള എല്ലാ വകകളും അവനക്ക് എത്തിയില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ, നോമ്പെടുക്കട്ടെ. ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പെടുക്കട്ടെ. ഫഇന്നഹു, ആ നോമ്പ് എന്നുള്ള വിജാഉൻ, അവനക്കൊരു കവചമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി, തെറ്റിൽ നിന്നുള്ള കവചാണ്. നോമ്പ് നോൽക്കുമ്പോൾ അവൻ്റെ ഇച്ഛകളൊക്കെ അവൻ മാറ്റി നിർത്തി, അന്നപാനീയങ്ങളൊക്കെ കുറച്ച് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് അതുവഴി. അപ്പോൾ അവന് ഹറാമിൽ നിന്നും തെറ്റിൽ നിന്നും അവൻ്റെ ചാരിത്രത്തെയും അവൻ്റെ ശരീരത്തെയും സംരക്ഷിക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ മാസം എല്ലാ മതസ്ഥർക്കും സർവ്വ ആശംസകളും നേരുന്നതോടൊപ്പം എല്ലാവരെയും നോമ്പ് പരമാവധി ഉപയോഗപ്പെടുത്തുക. അവൻ്റെ ശരീരവും അവൻ്റെ ആരോഗ്യവും അവൻ്റെ മനസ്സും നന്നാക്കുക. മാനസികമായ ഒരു കരുതലും കൂടി ഇതിലുണ്ട്. ശരീരം മാത്രമല്ല, ശരീരം കൊണ്ട് മാത്രം നോമ്പാകൂല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, റുബ്ബ സ്വായിമിൻ ലൈസ ലഹു ഇല്ലൽ ജൂഉ വൽ അതശ്, എത്രയെത്ര നോമ്പുകാരുണ്ട്, നോമ്പിൻ്റെ ഫലമായി ലഭിക്കുന്നത് വെറും വിശപ്പും ദാഹവുമല്ലാതെ നോമ്പിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവനക്ക് ലഭിക്കുന്നില്ല. കാരണം എന്തേ, അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നു, ദാഹം സഹിക്കുന്നു, പക്ഷേ നോമ്പിൻ്റെ കൂലി അവനക്കില്ല. റയ്യാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വാതിൽ ഈ സ്വർഗത്തിൽ അല്ലാഹു തആല റമദാൻ സ്പെഷ്യലായിട്ട് തുറക്കും. ലാ യദ്ഖുലുഹാ ഇല്ല സ്വായിമൂൻ, നോമ്പുകാരല്ലാതെ ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ലെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. ആ ഒരു കൂലി ഈ നോമ്പുകാരന് കിട്ടൂല. കാരണം എന്താ, അവൻ്റെ നോമ്പായിട്ടില്ല, അവൻ്റെ മനസ്സുകൊണ്ട് നോമ്പായിട്ടില്ല, ശരീരം കൊണ്ട് വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ചു എന്നല്ലാതെ നാവ് കൊണ്ട് നോമ്പായിട്ടില്ല. നാവ് കൊണ്ടുള്ള നോമ്പെങ്ങനെ, ഒരാളെക്കുറിച്ചും ഒരൊന്നും പറയാതിരിക്കുക. ഇനി ഒരാൾ നമ്മളെ വന്നാണ് ചീത്ത വിളിച്ചു, നമുക്ക് നല്ലോണം അവനോട് പ്രതികാരം ചെയ്യാനും അല്ലെങ്കിൽ അതിന് അവൻ പറഞ്ഞില്ല എത്രയോ ഇരട്ടി പറയാനും സംസാരിക്കാനും കഴിവുണ്ട്. പക്ഷേ അവൻ പറയേണ്ടതെന്നാ, ഇന്നീ സ്വായിമുൻ, മനുഷ്യ ഞാൻ നോമ്പുകാരനാണ്, എന്നോട് പ്രതികരിക്കാൻ ഞാനില്ല. ഇങ്ങനത്തെ നോമ്പായെങ്കിലേ കൂലിയുള്ള നോമ്പാകുള്ളൂ. പൊതുവെ ആളുകളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പുകാരായിരിക്കും, പക്ഷേ അവൻ്റെ നാവിനെ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല, അവൻ്റെ കണ്ണിനെ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല, അവൻ്റെ മനസ്സിനെ സംരക്ഷിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ ഉണ്ടെങ്കിലേ യഥാർത്ഥ നോമ്പാവുകയുള്ളൂ. അപ്പോൾ അവൻ വിജയികളിൽപ്പെടും. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, എന്ത്, നിങ്ങൾക്ക് റയ്യാൻ എന്ന വാതിലുണ്ട്, ആ വാതിലിലൂടെ നിങ്ങൾക്ക് കടക്കാൻ കഴിയും. അങ്ങനത്തെ ആളുകൾക്കാണ് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക എന്ന് എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കി ഈ പരിശുദ്ധ പുണ്യ റമദാനിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. اللهم اغفر لي ذنوبي يا رب العالمين.
اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين